ഇക്ക, നിങ്ങൾ മറ്റന്നാൾ എപ്പോഴാ എത്തുക? നേരിലൊന്ന് കാണാൻ എൻ്റെ മനസ്സ് ഒരുപാട് കൊതിക്കുന്നുണ്ട്. ആ, നീ ഒന്ന് അടങ്ങ ആയിഷ. മറ്റന്നാൾ ഉച്ചയ്ക്ക് മുമ്പ്, അതായത് ഒരു 11 മണിയാകുമ്പോഴേക്കും എൻ്റെ മുന്നിൽ ഞാൻ എത്തിയിരിക്കും. എനിക്കും എൻ്റെ ആയിഷാനെ കാണാൻ തിടുക്കായി. 3 വർഷമായില്ലേ ഞാൻ അവിടുന്ന് പോന്നിട്ട്. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്ക് കണ്ടിട്ട് പോന്നതല്ലേ ഞാൻ. ഓളെ ഒന്ന് മടിയിലിരുത്താനും താലോലിക്കാനൊക്കെ എൻ്റെ മനസ്സും കൊതിക്കുന്നുണ്ട് ഒരുപാട്. എന്നാ പിന്നെ ഇനി ഇങ്ങനെ നിന്ന് സങ്കടം പറയാതെ ഇവിടേക്ക് വരാനുള്ള തയ്യാറെടുപ്പൊക്കെ നിങ്ങൾ വേഗം തന്നെ നടത്തിക്കോളി ഷെമീർക്ക. എന്നാ ശരി ആയിഷ, നീ വെച്ചോ. അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ വേഗം ജോലിക്ക് കയറട്ടെ. അവൻ കോള് വേഗം കട്ടാക്കി വെച്ചതും ആയിഷയുടെ മനസ്സിലും മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. ഇനി ഏതായാലും 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ ഈ കാത്തിരിപ്പ്. അത് കഴിഞ്ഞാൽ ഷെമീർക്ക പിന്നെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മൊബൈൽ ഫോൺ ചാർജിൽ ഇട്ടുകൊണ്ട് അവൾ വേഗം അവളുടെ പണിത്തിരക്കുകളിലേക്ക് ഏർപ്പെട്ടു. നാളെ എയർപോർട്ടിലേക്ക് ചെന്ന് അളിയനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാനും രഹനയും പിന്നെ ഉമ്മയും പോയാൽ പോരെ? മതി. ഇത്രയും ദിവസം കഴിഞ്ഞ് ഓൻ ഇവിടേക്ക് വരുമ്പോൾ ഓന് ഇഷ്ടപ്പെട്ടതും വേണ്ടതൊക്കെ ഒരുക്കാനും ഇവിടെ ഒരാൾ വേണ്ടേ? അതുകൊണ്ട് ആയിഷ ഇവിടെ നിന്നോട്ടെ. ഷെമീർ ഇങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നത്. കെട്ടിയോനെ ഇവിടെ വന്നിട്ട് കണ്ടാൽ പോരെ ഓൾക്ക്? പോരാത്തതിന് ചെറിയ കുട്ടീനെ വെച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതും പ്രയാസല്ലേ? തൻ്റെ മുഖത്തേക്ക് നോക്കി ഷെമീർക്കയുടെ ഉമ്മ പറയുന്ന വാക്കുകൾ ഓരോന്നും അവളെ ഏറെ നിരാശപ്പെടുത്തുകയായിരുന്നു. കാത്തിരുന്ന് ഇത്രയും ദിവസം തള്ളി നീക്കി തനിക്ക് ഷെമീർക്കയെ വേഗമൊന്ന് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ തൻ്റെ അഭിപ്രായം ഉറക്കെ പറയാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് ഉമ്മാക്ക് പിടിക്കില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ തൽക്കാലം ആയിഷ ഒന്ന് മൗനം പാലിച്ചു നിന്നു. എയർപോർട്ടിൽ നിന്നും ലഗേജുകളുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഷെമീറിനെ കണ്ട പാടെ നാസറും രഹനയും കൂടി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കെട്ടിപ്പിടുത്തവും പൊട്ടിച്ചിരികളുമൊക്കെയായി അവർ അവനെ വരവേൽക്കാൻ ശ്രമിക്കുമ്പോൾ ഷെമീറിൻ്റെ കണ്ണുകൾ അന്നേരം ആയിഷയ്ക്ക് വേണ്ടിയായിരുന്നു പരതിയിരുന്നത്. എന്നാലും അവനൊന്നും ചോദിച്ചില്ല. കാറിലേക്ക് കയറാനുള്ള തിടുക്കത്തോടെ കെട്ടിപ്പിടിക്കാനും അവൻ്റെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോകാനുമൊക്കെ അവർ ഉത്സാഹിക്കുകയായിരുന്നു അന്നേരം. കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഷെമീർ ഉമ്മയോടൊരു കാര്യം തിരക്കിയത്. ആയിഷയും കുഞ്ഞും എവിടെ ഉമ്മ? അവരെ കൊണ്ടുവന്നില്ലേ ഇവിടേക്ക്? ആകാംക്ഷയോടെ അവനത് ചോദിച്ചതും ഉമ്മ അവൻ്റെ നേരെ നിരാശയോടൊന്ന് മുഖം താഴ്ത്തി. അപ്പോഴേക്കും അതിന് മറുപടി പറയാൻ തിടുക്കം കാട്ടിയത് രഹനയായിരുന്നു. എൻ്റെ ഇക്കാക്ക, ഞങ്ങൾ ആയിഷാത്താനോട് പറഞ്ഞതാ ഷെമീർക്ക വന്ന ആദ്യം ചോദിക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കുന്നു. എന്നാ പറഞ്ഞ കേൾക്കണ്ടേ? ഞാൻ വന്നാൽ പിന്നെ ഇക്കാക്കയ്ക്കുള്ള ഭക്ഷണമൊക്കെ ആരാ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞ് എൻ്റെ നേർക്കൊരു ചാടിക്കയറ്റം. പിന്നെ ഞാനൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. കണ്ടിട്ട് എന്തോ ഒരു ഇഷ്ടക്കുറവുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇഷ്ടക്കുറവോ? എന്തിഷ്ടക്കുറവ്? അതിപ്പോ ഞാൻ എങ്ങനെ ഇക്കാക്കയോട് പറയാ? ഈ ഇടയായിട്ട് ആയിഷാത്താക്ക് എപ്പോഴും ഒരു ഫോൺ വിളിയാ. മാറി നിന്ന് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ചോദിച്ചാ ഒന്നും പറയില്ല. എന്തോ എനിക്കത് കണ്ടിട്ട് വലിയ സുഖമൊന്നും തോന്നിയില്ല. ഇനി ഇതിനെക്കുറിച്ച് ആയിഷാത്താനോട് ചോദിച്ച് ഇക്കാക്ക പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. സംശയത്തിൻ്റെ ഒരു കൊളുത്ത് അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് രഹന വേഗം മുഖം തിരിച്ചിരുന്നു. അന്നേരം ഷെമീറിൻ്റെ മനസ്സ് ആകെയൊന്ന് കലങ്ങി മറിയാൻ തുടങ്ങി. അവൻ പിന്നീട് കൂടുതലൊന്നും ചോദിച്ചില്ല. വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി ഒരേ ഇരിപ്പ് തുടർന്നു. വീടിൻ്റെ ഗേറ്റ് കടന്ന് കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടതും ആയിഷ വേഗം അടുക്കള ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് എത്തി നോക്കി. അവർ വരുന്നുണ്ടെന്ന് കണ്ടതും അവൾ വേഗം മുറിയിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ മുഖം ഒന്ന് കണ്ണാടിയിലൂടെ നോക്കി. തട്ടം ഒന്നുകൂടി മുന്നിലേക്ക് നീക്കിയിട്ടവൾ ഒരു പുഞ്ചിരിയോടെ ഉമ്മറത്തേക്ക് തന്നെ വേഗം ഓടിച്ചെന്നു. തൂണിൽ പിടിച്ചു നിന്നവൾ ഒരു ചെറിയ നാണത്തോടെ അവിടേക്ക് ഒന്ന് എത്തി നോക്കി. കാറിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങി വരുമ്പോഴും ആയിഷയുടെ കണ്ണുകൾ അവനു വേണ്ടി മാത്രമാണ് ക്ഷമയോടെ നോക്കി നിന്നത്. ഒടുവിൽ കാറിൻ്റെ ഡോറ് തുറന്ന് ഷെമീർ പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവനെ കണ്ട സന്തോഷത്തിൽ ഒന്നുകൂടി പുഞ്ചിരിച്ചു. എല്ലാവരും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴും തൻ്റെ പ്രാണനായവനു വേണ്ടി അവൾ അവിടെ തന്നെയൊന്ന് നിന്നു. അതിനിടയിലാണ് അവൻ ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആയിഷയെ അവനൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതിരുന്നത്. സിറ്റൗട്ടിലെ ചെയറിലേക്ക് അവൻ വന്നിരുന്നപ്പോഴും പ്രതീക്ഷയോടെ തന്നെ മാത്രം ഉറ്റുനോക്കുന്ന ആയിഷയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൻ താല്പര്യം കാണിച്ചില്ല. പകരം അളിയനോടും പെങ്ങളോടും മാത്രമായി സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ഉള്ളാകെയൊന്ന് പിടഞ്ഞു പോവുകയായിരുന്നു. ഇത്രയും ദിവസം കാത്തിരുന്നിട്ട് ഇക്ക തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്ന വേദനയാൽ പെട്ടെന്ന് അവളുടെ മിഴികളാകെയൊന്ന് നിറഞ്ഞു.
ആ കണ്ണുനീര് ആരെയും കാണിക്കാൻ ശ്രമിക്കാതെ അവൾ വേഗം അവിടെ നിന്നും അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ടവൾ തേങ്ങിക്കരയാൻ ശ്രമിച്ചപ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് രഹന കയറി വന്നത്. അവളുടെ ശബ്ദം കേട്ടതും ആയിഷ വേഗം കണ്ണീരെല്ലാം മായ്ച്ചു കളഞ്ഞു. അല്ല, ഇത്താത്ത ഇവിടെ വന്ന് നിൽപ്പാണോ? ഷെമീർക്ക് വന്നിട്ടും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ആയിഷത്ത എങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല കേട്ടോ. ഇക്കാക്ക എന്താ വിചാരിക്കുക? അതിന് ഇക്കാക്ക വന്നത് ഞാനും കണ്ടല്ലോ രഹന. നിങ്ങളെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായി ഇവിടേക്ക് വന്നത്. ഷെമീർക്ക് ഇഷ്ടമുള്ള പേരക്ക ജ്യൂസും സമൂസയും ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആണോ? എന്നാ പിന്നെ അത് നേരത്തെ പറയണ്ടേ? രഹന ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവിടെ എടുത്തു വെച്ചതെല്ലാം ട്രേയിലേക്ക് മാറ്റി. എന്നിട്ട് അവൾ സിറ്റ് ഔട്ടിലേക്ക് തന്നെ നടന്നു പോയി. ചിരിയും ബഹളങ്ങളുമായി അവിടെ മാകെ നിറഞ്ഞു നിൽക്കുമ്പോഴും ഉള്ളിലൊരു നീറ്റലുമായി ആയിഷ വാതിലും ചാരി അവരെയൊക്കെയൊന്ന് നോക്കി നിന്നതല്ലാതെ ആരോടും ഒന്നും സംസാരിച്ചതേയില്ല. പിന്നെയും താൻ അവിടെ ഒരു അധികപ്പറ്റാവണ്ടല്ലോ എന്ന് കരുതി അവൾ അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഷെമീർ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയൊന്ന് അവളെ വിളിച്ചത്. ആയിഷ. ആ വിളി കേട്ട സന്തോഷത്തോടെ പെട്ടെന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നിട്ട് അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ച് പുഞ്ചിരിച്ച ശേഷം അവളെയും ചേർത്ത് പിടിച്ച് അവർക്കെല്ലാം മുന്നിലേക്ക് അവൻ ചെന്നു നിന്നു. ഉമ്മ, ഈ ഷമീർ കടൽ കടന്നു പോകാൻ തുടങ്ങിയിട്ട് വർഷം 12ആയി. അതിൽ ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് 4 വർഷവും കഴിഞ്ഞു. ഇന്ന് വരെ ഇവൾ എന്നെ വിളിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു മോശം വാക്ക് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളോടൊപ്പം ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഇവൾ അറിയിച്ചിട്ടുമില്ല. ഇത്രയും നേരം ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തിയപ്പോഴും അവൾ മാറി നിൽക്കാൻ ശ്രമിച്ചതല്ലാതെ ഒരു പരാതിയും പറയാൻ ശ്രമിച്ചതുമില്ല. അതിനർത്ഥം നമ്മുടെ കുടുംബത്തിലെ സന്തോഷം എന്നും നിലനിൽക്കണമെന്നല്ലേ ഇവൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളോ ഇല്ലാ കഥയും പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനല്ലേ നോക്കിയത്. ഇത്രയും നേരം ഞാൻ അവളോടൊന്ന് മിണ്ടാൻ പോലും ശ്രമിക്കുന്നില്ലെന്ന് കണ്ടിട്ടും നിങ്ങൾ ആരും അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചത് പോലുമില്ല. എല്ലാവരും വന്നു കയറി എന്നെ തൃപ്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധിച്ചിരുന്നത്. ഇത്രയും കാലം ആ മരുഭൂമി കിടന്ന് അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി തന്നെയായിരുന്നു. വലിയ തുക സ്ത്രീധനം കൊടുത്ത് ഇവളെ കെട്ടിച്ചു വിട്ടതും ഇവരുടെ വീട് പണിക്ക് സഹായിച്ചതുമൊക്കെ ഇതെൻ്റെ കുടുംബമാണല്ലോ എന്ന് ഞാൻ കരുതിയിട്ടായിരുന്നു. ചുട്ടുപൊള്ളുന്ന ആ വേലിൽ കിടന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അയക്കുമ്പോൾ നിങ്ങൾ ഇവളെയും കുഞ്ഞിനെയും സന്തോഷത്തോടെ നോക്കുമല്ലോ എന്നുകൂടി ഞാൻ വിശ്വസിച്ചു. എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. പിന്നെ എൻ്റെ പുന്നാര പെങ്ങൾ ഒരു സംശയം കൂടി പറഞ്ഞിരുന്നല്ലോ, ആയിഷ ആരെയോ നിരന്തരമായി ഫോൺ വിളിക്കുകയാണെന്ന്. എന്നാ കേട്ടോ, അവൾ എപ്പോഴും വിളിക്കുന്നത് എന്നെ തന്നെയാണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവളുടെ കോൾ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇവിടുത്തെ മിക്ക ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണ്. പ്രവാസികളുടെ ഭാര്യമാർ കൂടുതൽ സമയം ആരോടെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് നിന്നാലോ നന്നായി ഒന്ന് അണിഞ്ഞൊരുങ്ങിയാലോ ഒക്കെ ആളുകൾക്ക് സംശയമായി അവൾ മോശപ്പെട്ടവളാണെന്ന് പറഞ്ഞു പരത്താനാവും പിന്നീട് അവർക്കെല്ലാം താല്പര്യം. എൻ്റെ ഷെമീറേ, ഓൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഈ അത് ക്ഷമിച്ചു കള മോനെ. ഇല്ല ഉമ്മ, കുടുംബത്തിന് വേണ്ടി ഞാൻ ആ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും നിങ്ങളൊക്കെ ഇവിടെ ഒന്നാണല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു വേള ഞാൻ അളിയനെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞിരുന്നതെങ്കിൽ രേനയ്ക്ക് അത് സഹിക്കുമായിരുന്ന ഉമ്മ. അതുപോലെ തന്നെ എനിക്കും. അതുകൊണ്ട് ഇനിയും ഞങ്ങളിവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ തന്നെ വേറൊരു വീടെടുത്ത് അവിടേക്ക് താമസം മാറാൻ പോകുക ഞങ്ങൾ. പെട്ടെന്ന് അത് കേട്ട ഞെട്ടല് കണ്ണുകൾ വിടർത്തി ആയിഷ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോഴേക്കും കുറ്റബോധത്താൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഉമ്മാവൻ്റെ കയ്യിലൊന്ന് കൂട്ടിപ്പിടിച്ചിരുന്നു. ഉമ്മാൻ്റെ പൊന്നുമോന് ഉമ്മാനെ വിട്ടു പോകല്ലേടാ. ആയിഷയ്ക്ക് ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ ആരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഓളെക്കുറിച്ച് ഇനി കുറ്റം പറയാനും ഞാൻ ആരും സമ്മതിക്കില്ല. ഈ വയസ്സാം കാലത്ത് ഉമ്മാനെ തനിച്ചാക്കി എൻ്റെ മോൻ പോയാൽ പിന്നെ ഈ ഉമ്മാക്ക് പിന്നെ ആരാടാ ഉള്ളത്. ഈ ഞങ്ങളോട് പൊറുക്കടാ മോനെ. കണ്ണീരാൽ അവൻ്റെ കയ്യിലൊന്ന് ചുംബിച്ചുകൊണ്ട് ഉമ്മയത് പറയവേ അവൻ എല്ലാവരിലേക്കും ഒന്ന് നോട്ടമെത്തിച്ചുകൊണ്ട് ഒന്ന് അമർത്തി മൂളി. ശരി. പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആയിഷയും കൂട്ടി അവൻ വേഗം അകത്തേക്ക് കയറിപ്പോയി. എന്നാലും എന്തിനാ ഉമ്മയെ വിഷമിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ചുമ്മാ വെറുതെ. ചില കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഇവരെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് ആയിഷ. എങ്കിലേ എൻ്റെ കഷ്ടപ്പാടിൻ്റെ വില എന്താണെന്ന് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. എന്തായാലും എൻ്റെ ആയിഷയും എന്നോട് പൊറുക്കണം.
കുറച്ചു നേരത്തേക്ക് അന്നെ ഞാനൊന്ന് വേദനിപ്പിച്ചു. സോറി എൻ്റെ കെട്ടിയോളെ. കണ്ണു ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി അവനത് പറഞ്ഞതും ആയിഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു.